ജി.വി ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ChatGPT ഉപയോഗിച്ച് എങ്ങനെ അത്യാകർഷകമായ പ്രൊഫഷണൽ ലുക്കിലുള്ള പവർ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന് പവർ പോയിന്റിൽ പ്രത്യേക സാങ്കേതിക വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ChatGPT ഓപ്പൺ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള പ്രോജക്റ്റിനെ കുറിച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ക്രിയേറ്റ് എ VBA കോഡ് ഫോർ മേക്കിംഗ് എ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അബൌട്ട് ഇന്ത്യ ടൂറിസം. ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ലൈഡ്സ് ഷുഡ് ബി 10 എന്നാണ്. അപ്പോൾ ChatGPT നമ്മൾക്ക് വേണ്ടി ഒരു VBA കോഡ് ഓട്ടോമാറ്റിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടോളൂ. നമുക്കിതിൽ യാതൊരു എഫർട്ടും ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. ChatGPT നമുക്ക് വേണ്ടി നല്ല പ്രൊഫഷണൽ ലുക്കുള്ള ഒരു VBA കോഡ് ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. ഇതുപയോഗിച്ച് നമുക്ക് പവർ പോയിൻറ്റിൽ ഒരു പ്രൊഫഷണൽ പവർ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാ ഈ VBA കോഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു ChatGPT. ഓപ്പൺ പവർ പോയിൻറ്റ് Alt F11 ക്ലിക്ക് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ഇൻസെർട്ടിൽ പോയിട്ട് മോഡ്യൂൾ ഓപ്പൺ ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ഈ കോപ്പി ചെയ്ത് ഈ കോഡ് അവിടെ പേസ്റ്റ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം F5 ക്ലിക്ക് ചെയ്യാനും പറയുന്നുണ്ട്. നമുക്കിത് കോപ്പി ചെയ്യാം. അതിനുശേഷം പവർ പോയിൻറ്റ് ഓപ്പൺ ചെയ്യാം. പവർ പോയിൻറ്റിൽ നമുക്ക് ഒരു ബ്ലാങ്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം F11 ക്ലിക്ക് ചെയ്യാം. ChatGPT പറഞ്ഞതുപോലെ തന്നെ F11 ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇൻസെർട്ടിൽ പോയി മോഡ്യൂൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആ കോഡ് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ChatGPT പറഞ്ഞതുപോലെ തന്നെ നമുക്ക് F5 ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാ F5 ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പവർ പോയിൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതെ, ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ടൂറിസത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ സ്ലൈഡ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് VBA കോഡ്. ഇത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് പ്രസൻറ്റേഷനായിട്ട് തന്നെ സേവ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആ ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുള്ള പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ഇതിൽ പിക്ചറുകളോ മറ്റ് ഡിസൈനുകളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഗാമ എന്ന് പറയുന്നുള്ളൊരു ആപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ വ്യക്തമാക്കി തരാം. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം gama.app എന്ന് ടൈപ്പ് ചെയ്യുക. ഗാമ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ AI എന്നുള്ള ആ നീല ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ പ്രസൻറ്റേഷൻ ഫയൽ അതിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ഫയൽ കാണിക്കുന്നത് കണ്ടോ, അവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫയൽ. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്താൽ ഉടനെ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗാമ ആപ്പ് ആ പ്രസൻറ്റേഷൻ മനസ്സിലാക്കി തരുന്നതാണ്. ഇവിടെ പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുക, പിന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഈ പവർ പോയിൻ്റ് നമ്മൾ ആൾറെഡി നിലവിലുള്ള ക്ലിപ്പുകളിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഗാമ ആപ്പ് നമുക്ക് നിരവധി ഡിസൈനുകൾ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുകൊണ്ട് തന്നെ തൃപ്തനായതിനാൽ ഇതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ജനറേറ്റ് ക്ലിക്ക് ചെയ്താൽ ഉടനെ ഗാമ ആപ്പ് നമുക്ക് വേണ്ടി മനോഹരമായിട്ട് അത്ഭുതകരമായ രീതിയിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. എത്ര വേഗത്തിലാണത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഇതാ മനോഹരമായ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ റെഡിയാവുകയാണ്. നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് ഇരുന്നാൽ മതിയാവും. യാതൊരു പ്രൊഫഷണൽ ടെക്നിക്സും ഇതിന് ആവശ്യമില്ല. ഇതാ റെഡിയായിരിക്കുകയാണ് നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ.
നമുക്കിത് എക്സ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ അവിടെ വരുന്നതാണ്. ഒന്ന് PDF-ഉം ഒന്ന് എക്സ്പോർട്ട് പവർ പോയിൻ്റ്. നമുക്ക് എക്സ്പോർട്ട് പവർ പോയിൻ്റാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. ഇതാ പവർ പോയിൻറ്റിലേക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ അത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കൂ, എത്ര മനോഹരമായ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനാണ് ഗാമ ആപ്പ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കിയേ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10 സ്ലൈഡ് ഇതിലുണ്ട്. ഇന്ത്യ ടൂറിസത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു സ്ലൈഡ് നിങ്ങൾക്കും കാണാവുന്നതാണ്. എത്ര പ്രൊഫഷണൽ ലുക്കോട് കൂടിയാണ് ഗാമ ആപ്പും ChatGPT-യും ചേർന്ന് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് യാതൊരു പ്രൊഫഷണൽ എക്സ്പീരിയൻസോ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.